വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കയ്യിൽ ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ടൈം ജർമ്മനിയിൽ വരുമ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടി വരുന്നത്, അതായത് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും വരുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. ഞാനിതിൽ പറയുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ടാബിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റായിട്ട് വേണ്ടത് നമുക്ക് സിറ്റി രജിസ്ട്രേഷനാണ്. സിറ്റി രജിസ്ട്രേഷൻ, അതിൻ്റെ ജർമ്മൻ നെയിമൊക്കെ ഞാൻ താഴെ കൊടുക്കാം. സിറ്റി രജിസ്ട്രേഷനിൽ നമുക്ക് വേണ്ടത് ഫെർട്രാഗ് വേണം. ഫെർട്രാഗ് നമുക്ക് 2 എണ്ണം വേണം. അതായത് നമ്മുടെ ഹൗസിൻ്റെ ഫെർട്രാഗ് മീൻസ് കോൺട്രാക്റ്റ്, ഹൗസിൻ്റെ കോൺട്രാക്റ്റും വേണം. അതേപോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റ് വേണം. ചില സിറ്റി രജിസ്ട്രേഷൻ ഓഫീസിൽ ചെല്ലുമ്പം ഫെർട്രാഗ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് വെച്ചേക്കാം. പിന്നെ ഓഫ് കോഴ്സ് പാസ്പോർട്ട്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചില ഓഫീസിൽ ഫീ വാങ്ങാറുണ്ട്, ചില ഓഫീസിൽ ഫീ വാങ്ങാറില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പണ്ട് ഡൂയിസ്ബുർഗിലായിരുന്നു നിന്നുണ്ടായിരുന്നത്. അതിവിടുത്തെ ഒരു പ്ലേസാണ്. ഡൂയിസ്ബുർഗിൽ നിന്നപ്പം അവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ എനിക്ക് 13 യൂറോ കൊടുക്കേണ്ടി വന്നിരുന്നു. പിന്നെ വേറൊരു പ്ലേസിലോട്ട് മാറി, ക്യാംലിംഗ് ഫോർട്ട്. അവിടെ വന്നപ്പോൾ എനിക്ക് സിറ്റി രജിസ്ട്രേഷന് ചാർജ് കാണിച്ചില്ല. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ഉള്ളേരിയ പോലത്തെ ഒരു പ്ലേസാണ് ക്യാംലിംഗ് ഫോർട്ട് എന്ന് പറയുന്നത്. ഡൂയിസ്ബുർഗ് കുറച്ച് സിറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സിറ്റി ആയതുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ നിന്ന് ചാർജ് വാങ്ങിയിട്ട്. ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടാണ്. ഇനി ബാങ്ക് അക്കൗണ്ടാണെങ്കിൽ നമുക്ക് ഹൗസ് കോൺട്രാക്റ്റ് വേണം, അതേപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് വേണം, പിന്നെ ഹൗസ് ബിൽഡിംഗ് കോൺട്രാക്റ്റ് വേണം. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം PG സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ടെന്ന്. സോ അവർ ചോദിക്കും, അവർ ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യം വിചാരിക്കുക. സോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയണം ഫസ്റ്റ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വരുന്ന ഹൗസ് ഫീസാണ്, അങ്ങനെ പറയണം. അപ്പോഴാണ് ഇവിടെ നോർമൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുള്ളൂ. ഇനി ഇവിടെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് സ്പാർക്കാസയാണ്. സ്പാർക്കാസെ, കൊമേഴ്സ് ബാങ്ക്, രണ്ടിലെടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ സ്പാർക്കാസയാണ്. ഒരിക്കലും പോയി ഡോയ്ച്ച് ബാങ്ക് എടുക്കരുത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ബാങ്കാണ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാങ്കാണ്. പക്ഷേ ഇൻ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാനിവിടെ വന്നതിന് ശേഷം ഡോയ്ച്ച് ബാങ്ക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് 2 months 3 months എടുത്തിട്ട് എനിക്ക് കാർഡ് കിട്ടിയിട്ടില്ല, പിന്ന് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് 2 months ഒക്കെ കഴിഞ്ഞപ്പം പിന്ന് വന്നു, പക്ഷെ കാർഡ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറുന്നത് വരെ എനിക്ക് വന്നിട്ടില്ല. അതായത് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ വേറെ സ്ഥലത്താണ് പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അതുമാത്രമല്ല, ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്. അത് നമുക്ക് ബാങ്കിൽ നിന്നാണ് ശരിയാക്കി തരാം. അത് ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ സ്പാർക്കാസ് എടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഡൗട്ടാണ്, ഇവിടെ വന്ന ഡോയ്ച്ച് തന്നെ സംസാരിക്കണമെന്ന്, അതായത് ജർമ്മൻ ഭാഷ തന്നെ സംസാരിക്കണമെന്ന്. അതിന് ഉത്തരം എന്ന് പറയുമ്പോൾ, പല ബാങ്കിലും എല്ലാവരും ജർമ്മൻ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് അറിയുന്ന വർക്കേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക, ജർമ്മൻ കുറച്ച് അറിയെങ്കിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക ഫസ്റ്റ്. എന്നിട്ടൊട്ടും പറ്റിയില്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ജർമ്മൻ ട്രൈ ചെയ്യുക. അപ്പം ഞാനായാലും ഇവിടെ ചെല്ലുമ്പോൾ ജർമ്മനും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ആയിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ ഇവിടുത്തെ പല വർക്കേഴ്സിനും ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ഇംഗ്ലീഷ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി 3rd വൺ ടാക്സ് ID ആണ്. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാക്സ് ID നമ്മുടെ അഡ്രസ്സിലേക്ക് വരും. അതായത് സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് ID നമ്മുടെ അഡ്രസ്സിലേക്ക് വരും. അതിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വന്ന് സിം കാർഡ്. ഇപ്പം ഞാൻ വന്നപ്പോഴാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എയർപോർട്ടിൽ നിന്ന് എടുക്കരുത്. കാരണം എനിക്ക് നെറ്റിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ വിളിക്കണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിൽ തന്നെ വൈഫൈ ഉണ്ട്. അപ്പം അവിടുന്ന് ഇപ്പം നിങ്ങൾക്ക് ഫാമിലിയിൽ വിളിച്ച് പറയാനാണെങ്കിൽ എയർപോർട്ടിൽ വൈഫൈ അവൈലബിൾ ആണ്. അപ്പോൾ അത് കണക്ട് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് പറയുക. അത് കഴിഞ്ഞ ശേഷം റൂമിലോട്ട് വന്ന് അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്യാം. എന്നിട്ട് പതിയെ ഫ്രീ ഒക്കെ ആയിട്ട് പുറത്തിറങ്ങി അന്വേഷിക്കാവുന്നതാണ്. ഇവിടുത്തെ പല ഷോപ്പിലും 20 യൂറോ 25 യൂറോക്കുള്ളിലൊക്കെ ആയിട്ട് സിം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിൽ 50 യൂറോയ്ക്ക് വരും. ഇപ്പോൾ ഞാനൊക്കെ മേടിച്ചത് 50 യൂറോയ്ക്കാണ്. അപ്പം എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് എടുത്തത്. കാരണം എൻ്റെ വന്നപ്പോൾ തന്നെ ഏജൻറ്റ് അവിടെ നിന്ന്
ബന്ധിപ്പിച്ചു. അതെനിക്ക് ഓപ്പോസ് പറയാനായിട്ടും നമുക്ക് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. സോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ സിം എടുത്തു. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ വന്ന് സാവധാനം പുറത്തിറങ്ങി മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി സിമ്മ് ഇവിടെ O2, വോഡഫോൺ, അൽദി കുറേ സിമ്മ് അവൈലബിൾ ആണ്. കുറച്ച് നല്ല സിം എന്ന് പറയുന്നത് O2 ആണ്. അൺലിമിറ്റഡ് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് പേഴ്സണൽ എടുത്തേക്കുന്നത് വോഡഫോണാണ്. അപ്പം വോഡഫോൺ എന്ന് പറയുമ്പം എൻ്റെ വരുന്നപ്പം നമുക്കിവിടെ ഓരോ ലിമിറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇത്ര ലിമിറ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ 60 GB ആണ്. എനിക്ക് 22.5 അല്ലെങ്കിൽ 23 യൂറോ മാസം വരും. പിന്നെ ഇങ്ങനെ എന്താ പറയുക, പിന്നെ കോൺട്രാക്ട് ബേസിലൊക്കെയാണ് സിമ്മ് കിട്ടുന്നത്. ഫസ്റ്റ് പ്രീപെയ്ഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ. സോ ഇത്ര ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക.